വംശനാശം വന്ന ജീവികളെക്കുറിച്ച് പറയുമ്പോൾ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു പേരാണ് ഡോഡോ. ഡോഡോകൾക്ക് എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് അവയുടെ വംശം നശിച്ചത്? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ബ്രെയിൻ വേവ് ടോക്കിലൂടെ നമ്മുടെ വീഡിയോ. പോർച്ചുഗീസ് വാക്കായ ഡോ എന്ന പദത്തിൽ നിന്നാണ് ഡോഡോ എന്ന വാക്കിന്റെ ഉത്ഭവം. അതിനർത്ഥം ഫൂൾ അഥവാ മണ്ടൻ എന്നാണ്. എന്നാൽ ശരിക്കും മണ്ടന്മാരായത് കാരണമാണോ ഡോഡോകൾ മൺമറഞ്ഞു പോയത്? ഡോഡോകളുടെ വംശനാശത്തിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് അവരുടെ ആവാസ വ്യവസ്ഥയെ പറ്റി അറിയാം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ദ്വീപാണ് മൗറീഷ്യസ് ദ്വീപ്. അവിടെയാണ് ഡോഡോകൾ ജീവിച്ചിരുന്നത്. ഈ ഒരൊറ്റ ദ്വീപിൽ മാത്രമാണ് ഡോഡോകൾ ഉണ്ടായിരുന്നുള്ളൂ. ഈ ദ്വീപിലെ ഒറ്റപ്പെട്ട ജീവിതം തന്നെയാണ് ഡോഡോകളുടെ വംശനാശത്തിനുള്ള കാരണവും. എല്ലാ ഭൂഖണ്ഡങ്ങളിലും പല പല സ്പീഷീസിൽപ്പെട്ട ഒട്ടനവധി മൃഗങ്ങൾ ഉണ്ടായിരിക്കും. ഈ ഭൂഖണ്ഡങ്ങളുടെ കാലാവസ്ഥയും ജീവിത ശൈലിയും അനുസരിച്ച് അവിടെ ജീവിക്കുന്ന ഓരോ ജീവികൾക്കും പരിണാമം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള പരിണാമം ജീവികളുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ഏകദേശം 4 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴത്തെ പ്രാവിന്റെ ഒരു പൂർവിക പക്ഷി മൗറീഷ്യസ് ദ്വീപിൽ എത്താനിടയായി. ദ്വീപിലെത്തിയ പ്രാവ് കണ്ടത് നിറച്ചും ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് സമർത്ഥമായ ഒരു സ്ഥലമാണ്. എന്നാൽ അവിടെ ഒരൊറ്റ ഇര പിടിക്കുന്ന ജീവികൾ പോലുമില്ല. അത്രയും അനുകൂലമായ ചുറ്റുപാടുകൾ കണ്ട പ്രാവുകൾ പുറത്തു പോകാതെ അവിടെ തന്നെ ജീവിക്കുവാൻ തുടങ്ങി. കാലങ്ങൾ കഴിഞ്ഞതോടെ അവ ദ്വീപിലെ ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു. അതുപോലെ തന്നെ ആ മാറ്റങ്ങൾ അവയുടെ ശരീരത്തിലും വന്നു തുടങ്ങി. കാലക്രമേണ അവയുടെ നീളം കൂടി വരികയും അവയുടെ ആഹാരത്തിന്റെ ലഭ്യത അനുസരിച്ച് അവയുടെ ഭാരം കൂടുകയും ചെയ്തു. ചെറിയ കായ്കൾ മാത്രം കഴിക്കുന്ന അവയുടെ ചുണ്ടുകൾ വലുതായി വലിയ കായ്കൾക്ക് കഴിക്കാൻ പാകത്തിനായി. അങ്ങനെ ഏകദേശം 2 കോടി വർഷങ്ങൾക്ക് ശേഷം ഡോഡോകൾ മൗറീഷ്യസ് ദ്വീപിൽ അവതരിച്ചു. ആ ദ്വീപിലെ ഏറ്റവും വലിയ പക്ഷികളായിരുന്നു ഡോഡോകൾ. അതിനാൽ അവർ മറ്റു ഇരപിടിയന്മാരെ പേടിക്കേണ്ടതായി വന്നില്ല. അങ്ങനെ ആ സുഖകരമായ ജീവിതം തന്നെയായിരുന്നു അവരുടെ പതനത്തിന് കാരണമായത്. പറക്കേണ്ട ആവശ്യം കുറഞ്ഞതോടുകൂടി പരിണാമത്തിൽ അവയുടെ ചിറകുകൾ ചെറുതായി വന്നു. അവർക്ക് പറക്കാൻ കഴിയാതെയായി. ആ ദ്വീപിൽ ഡോഡോകളെ ആക്രമിക്കാൻ ആരും തന്നെ ഇല്ലാതായി. ആ കാരണത്താൽ ഡോഡോകളുടെ ജീനിൽ പേടി എന്ന ഒരു സ്വഭാവം കാലക്രമേണ മാറി വന്നു. അങ്ങനെ ഡോഡോകൾ മൗറീഷ്യസ് ദ്വീപിൽ സുഖമായി ജീവിക്കുവാൻ തുടങ്ങി. അങ്ങനെ നൂറ്റാണ്ടുകൾ പിന്നിട്ടു. പിന്നെ ഏകദേശം 1598 കാലഘട്ടത്തിൽ ഡച്ച് വ്യാപാരികൾ മൗറീഷ്യസിലെത്തി. പിന്നെ അവർ ആ ദ്വീപിനെ കോളനിവൽക്കരിക്കാൻ തുടങ്ങി. മൗറീഷ്യസിൽ എത്തിയ ഡച്ചുകാർ കണ്ടത് വേട്ടയാടപ്പെടുന്നതിന് പേടിയില്ലാത്ത ഡോഡോകളെയാണ്. പേടിയില്ലാതെ അവർ മനുഷ്യരുടെ അടുത്ത് പോയി നിന്നു. അങ്ങനെ എളുപ്പത്തിൽ അവർ വേട്ടയാടപ്പെട്ടു. ഓടി ഒളിക്കാനും പറക്കാനും ഉള്ള കഴിവുകൾ നഷ്ടപ്പെട്ട ഡോഡോകളെ മനുഷ്യൻ അനായാസം വേട്ടയാടിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഡോഡോകളുടെ വംശനാശത്തിന് കാരണം മനുഷ്യൻ മാത്രമല്ല. മൗറീഷ്യസിൽ താമസിക്കാൻ എത്തിയ ഡച്ചുകാർ അവർക്കൊപ്പം മൃഗങ്ങളെയും കൂട്ടി. പട്ടികൾ, പന്നികൾ, കുരങ്ങുകൾ അങ്ങനെ എല്ലാവരും ദ്വീപിലെത്തി. എല്ലാവരുടെയും പ്രധാന ആഹാരം പാവപ്പെട്ട ഡോഡോകൾ തന്നെയായിരുന്നു. ഈ മൃഗങ്ങൾ ഡോഡോകളെ മുട്ടയും ആക്രമിക്കുവാൻ തുടങ്ങി. അങ്ങനെ കാലക്രമേണ ഡോഡോകൾക്ക് വംശനാശം സംഭവിച്ചു തുടങ്ങി. 1662 ഡോഡോകളെ ആ ദ്വീപിൽ അവസാനമായി കണ്ടത്. മനുഷ്യന്റെ പ്രവൃത്തിയുടെ ബലം കൊണ്ട് ഏകദേശം 1 നൂറ്റാണ്ട് കൊണ്ട് ഡോഡോ പക്ഷി പൂർണ്ണമായും വംശനാശം സംഭവിച്ചു കഴിഞ്ഞു. ഡോഡോ പക്ഷികളുടെ വംശനാശത്തിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഇനിയൊരു ദിവസം കാണുന്നവരെ ബൈ ബൈ.